നമുക്ക് നമ്മുടെ ഗോതമ്പുണ്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഗോതമ്പ്. നമ്മൾ സാധാരണ പൊടിപ്പിക്കാൻ വാങ്ങിക്കുന്ന ഗോതമ്പില്ലേ, ഈ ഗോതമ്പ് മുഴുവൻ ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗോതമ്പുണ്ട ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ അരി വറുത്ത് പൊടിച്ച ഉണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗോതമ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൽ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മീഡിയം മധുരമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നതിനേക്കാൾ 2-3 ടേബിൾ സ്പൂൺ ശർക്കര കൂടുതൽ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗോതമ്പൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗോതമ്പ് നമ്മളിനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആദ്യമേ തന്നെ കൈയെടുക്കാതെ ഇളക്കണം എന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. പക്ഷെ ഗോതമ്പൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചിരവിയതും ശർക്കരയൊക്കെ എടുത്ത് വയ്ക്കുക. ഇനി ഗോതമ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ചെറുതായിട്ട് കളറ് മാറിയിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗോതമ്പും ഒരുപോലെ കളറ് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഗോതമ്പ് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ കട്ടകളൊക്കെയുള്ള ശർക്കരയാണ്, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് 1 കപ്പ് വരെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും 1 കപ്പാവുമ്പോൾ. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ ഉണ്ടയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് മുഴുവൻ പൊട്ടി കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊട്ടി കഴിയാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടി പാനിൻ്റെ പുറത്തേക്ക് ചാടി ചാടി പോവാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ബാക്കിയുള്ളത് പൊട്ടാനുള്ളത് പൊട്ടി വന്നോളും. ഇത്രയും മതി. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ചൂട് മാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഗോതമ്പ് മാത്രം പൊടിച്ചെടുക്കാം, നമ്മൾ സാധാരണ അരി പൊടിക്കുന്ന പോലെ തന്നെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അരി വറുത്തത് കഴിക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിങ്ങനെ രണ്ടുപേരും കുറച്ച് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും കഴിക്കാം, അപ്പോൾ 2 രീതിയിൽ കഴിക്കാം. ഞാനത് പറഞ്ഞു എന്നില്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂടോടെയല്ല, ചെറിയൊരു ചൂടോടെ ഉണ്ടോ ഞാൻ പൊടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ വീട്ടിൽ ഉരലൊക്കെ ഉണ്ടെങ്കിൽ ഉരലിട്ട് ഇടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇതാണെങ്കിലും അരിയാണെങ്കിലും നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ ഉരലിടിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. കുറേ ഓർമ്മകൾ നമുക്ക് തിരിച്ചു കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഈ അരിയുടെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ, അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കുമ്പോൾ ആ ലാസ്റ്റ് ഉരലിൽ നിന്ന് അരിയും ശർക്കരയും തേങ്ങയും എല്ലാം ചേർത്ത് ഇടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വടിച്ചെടുക്കലുണ്ട് ഉരൽ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ലാസ്റ്റ് ഭാഗം വടിച്ചെടുക്കാൻ. അപ്പോൾ അതുപോലെ നല്ല രസകരമായ ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും ഇതൊക്കെ ഉരലിൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഉരലുണ്ടെങ്കിലും ഉരലിട്ട് ഇടിക്കാനുള്ള സാഹചര്യം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉരലിൽ ഇടിക്കാൻ സാഹചര്യമുള്ള എല്ലാവരും ഉരലിൽ തന്നെ ഒന്ന് ഇടിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ മിക്സിയിൽ പൊടിച്ചിട്ട് ലാസ്റ്റ് തേങ്ങയും ശർക്കരയും കൂട്ടി ഉരലിൽ ഇടിച്ചാലും മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടിച്ചെടുത്തു. ചെറിയ തരിതരിപ്പോടെയാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. ഫൈൻ പൗഡർ അല്ല. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ തരി ഉണ്ടാവില്ലേ, അതുപോലത്തെ തരികളേ ഉള്ളൂ. ഇത് കണ്ടോ, പുട്ടുപൊടിയുടെ തരികൾ പോലെ തരികളുള്ള രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സിയുടെ ഈ ജാറിലേക്ക് തന്നെ തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 2 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. 1/4 കപ്പ് ശർക്കര, 1 കപ്പ് തേങ്ങ ചിരവിയത്. അപ്പോൾ നമ്മൾ
അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയും ചേർത്തതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇത് ചേർക്കുകയാണ്. ഇനി നമുക്കിത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈ ഉപയോഗിച്ച് കുഴയ്ക്കുമ്പോൾ ആ ചെറിയ ചൂടോടെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരലിടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെറിയ ചൂടുള്ള ഗോതമ്പ് പൊടിയിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് വെറുതെ സ്പൂണിൽ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടയാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പുണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജയിലിൽ കിട്ടുന്ന ഗോതമ്പുണ്ട ആയിരിക്കും. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഗോതമ്പുണ്ടയാണ്. അരിയുണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ള തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് നല്ല പാകത്തിലായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ പൊട്ടാതെ കിട്ടണം. അതാണ് നമ്മുടെ മിക്സിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ബോൾസ് റെഡിയാക്കി എടുക്കട്ടെ. ഇത് കണ്ടോ, നമ്മൾ കൈ നനയ്ക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഈ ശർക്കരയുടെയും തേങ്ങയുടെയും നനവിൽ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ഗോതമ്പുണ്ട റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ എല്ലാം ഞാൻ ഉരുട്ടി വയ്ക്കട്ടെ. അവലോസുണ്ട ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. അപ്പോൾ അവലോസുണ്ടയുടെ വീഡിയോ നമ്മുടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പോയി കണ്ടോളൂ. അതും നമ്മുടെ ഒരു ട്രഡീഷണൽ സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അവലോസുണ്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവലോസുണ്ട ഉണ്ടാക്കുമ്പോൾ അരിയൊക്കെ പൊടിച്ച് വറുത്ത് നമ്മുടെ ഒരു ട്രഡീഷണൽ 4 മണി പലഹാരം. ഇതും ഒരു ട്രഡീഷണൽ 4 മണി പലഹാരമാണ്. പക്ഷേ ഇത് ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ. മറ്റേതാവുമ്പോൾ അവലോസുണ്ട ആകുമ്പോൾ നമുക്ക് 1 മാസം വരെ വെച്ചാലും മോശമായി പോവില്ല. അപ്പോൾ നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിക്കാവുന്ന. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഉണ്ടകളെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉണ്ടകളെല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മഴക്കാലത്ത് ഒരു ഗ്ലാസ് ചൂട് ചായയും ഈ ഗോതമ്പുണ്ടയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് മഴയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ചായ കുടിക്കാം. അപ്പോൾ എന്തായാലും ഗോതമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ന്യൂ ജനറേഷനിൽ കുറേ കുട്ടികളെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ റെസിപ്പി കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.